പരിശുദ്ധ റമദാനിൽ ഒരുപാട് ഖുർആൻ ഓതിയവരാണ് നമ്മൾ. പക്ഷേ പലരുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ റമദാൻ കഴിഞ്ഞാൽ ഖുർആനൊക്കെ കെട്ടിപ്പൂട്ടിയിട്ട് അലമാരിയിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കും. പിന്നെ അതൊന്ന് തുറന്നു നോക്കണമെങ്കിൽ അടുത്ത റമദാൻ വരണം. ഇങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ബറക്കത്ത് മുഴുവൻ എടുത്തു പോകും. ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധമില്ലാത്തൊരു വീടാണ് നമ്മുടെ വീടെങ്കിൽ ആ വീട്ടിൽ നമുക്ക് സമാധാനം ആസ്വദിക്കാൻ പറ്റില്ല. പരിശുദ്ധ ഖുർആനായിട്ട് ബന്ധം വേണം. ഇന്ന് നമ്മൾ പറയുന്ന 2 സൂറത്തുകളുണ്ട്. സഹ്റാവൈൻ, 2 പ്രകാശങ്ങളെന്നാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്. ഈ അത്ഭുത സൂറത്തുകൾ നമ്മുടെ വീട്ടിൽ മനസ്സറിഞ്ഞൊന്ന് പാരായണം ചെയ്താൽ നമ്മുടെ വീട്ടിൽ ബറക്കത്തിറങ്ങും, സമാധാനം ലഭിക്കും. മാത്രമല്ല പൈശാചിക ഷെറുകൾ, സർപ്പദോഷം എന്നൊക്കെ പറയുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ. ചില വീടുകളിൽ താമസിക്കാൻ പറ്റണില്ല, എപ്പോഴും ബുദ്ധിമുട്ടും പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ഈ സൂറത്ത് കൊണ്ട് അതൊക്കെ അങ്ങ് ബാത്തിലായി പോകും. അപ്പോൾ അതേതാന്ന് പഠിക്കണ്ടേ? മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. സ്വബാഹുൽ ഖൈറിൻ്റെ ആദ്യം മുതൽ ഇതുവരെ ഒരു എപ്പിസോഡും മുടങ്ങിയിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും സ്വബാഹുൽ ഖൈറിലൂടെ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഏറ്റവും വലിയൊരു നിഅമത്തല്ലേ. ഈ ഖുർആൻ നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ തോറ്റുപോകുമായിരുന്നു. നമ്മളെ വിജയത്തിലേക്ക് നയിക്കാനുള്ള ഏറ്റവും വലിയ മനോഹരമായ പാതയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ ഖൽബിൽ പ്രകാശാണ്, ഖുർആൻ ഖബറിൽ പ്രകാശാണ്, ഖുർആൻ നാളെ സിറാത്ത് പാലത്തിലും പ്രകാശാണ്. അങ്ങനെ എല്ലായിടങ്ങളിലും പ്രകാശമായി തീരുന്ന ആ ഖുർആനിനെ നമ്മൾ എത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിക്കണം, നമ്മുടെ ലൈഫ് സ്റ്റൈലാക്കി മാറ്റണം യഥാർത്ഥത്തിൽ ഖുർആൻ പാരായണം എന്ന് പറയുന്നത്. ആ ഖുർആനുമായി ബന്ധമില്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സന്തോഷമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ ദിക്റുള്ളക്ക് ഖുർആൻ എന്ന് വ്യാഖ്യാനം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഖുർആൻ പതിവാക്കുന്നവർ അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല, അവർക്ക് പ്രയാസം ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല. ഏത് ദാരിദ്ര്യം? ഈമാനിൻ്റെ ദാരിദ്ര്യം ഉണ്ടാവില്ല. ഈമാനിൻ്റെ ദാരിദ്ര്യം ഇല്ലെങ്കിൽ സമ്പത്ത് കുറഞ്ഞാലും ഒരു ടെൻഷനും ഉണ്ടാവില്ല. അടിപൊളി ലൈഫായിരിക്കും. അങ്ങനെ ജീവിതം മുഴുവൻ ആനന്ദദായകമാക്കാൻ പറ്റും ഖുർആൻ മനോഹരമായി പാരായണം ചെയ്താൽ എന്നുള്ളതാണ്. പക്ഷേ ചിലരുടെ ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ, ഉസ്താദ് ഇത്രയൊക്കെ പ്രായമായില്ലേ, ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയാൻ പാടില്ല, ഖുർആൻ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് മാറി ഖുർആനായിട്ടൊരു ബന്ധമില്ലാതിരിക്കുന്നവരുണ്ട്. സംഗതി അവർക്ക് യാസീൻ ഓതാൻ അറിയാം, ഫാത്തിഹ ഓതാൻ അറിയാം, ഇതൊക്കെ ഇങ്ങനെ കേട്ട് പഠിച്ചതാണ്. എന്നതിൽ കവിഞ്ഞ് ഖുർആൻ നോക്കാനായിട്ട് അവർക്ക് പറ്റണില്ല. അതുകൊണ്ട് തന്നെ ഖുർആനായിട്ടൊരു ബന്ധമില്ല, അവർ തോറ്റുപോകും കേട്ടോ. ഇപ്പോൾ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഖുർആൻ എടുത്ത് ചുംബിക്കുമായിരുന്നു. അന്ന് എഴുതി വെച്ചിരുന്ന എല്ലുകൾ, തോലുകൾ ഇതൊക്കെ ചുംബിക്കുമായിരുന്നു, നെഞ്ചോട് ചേർത്ത് പിടിക്കുമായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് മെൻസ്ട്രൽ പീരീഡിൽ അല്ലാത്ത സമയങ്ങളിൽ പ്രിയപ്പെട്ട ഉമ്മമാർ ഖുർആൻ എടുത്തിട്ട് ചുംബിക്കുക, നെഞ്ചോട് ചേർക്കുക, ഇതിനൊക്കെ വലിയ പ്രത്യേകതയുണ്ട്. അത് ഖുർആനിനോടുള്ള ആദരവാണ്, ഖുർആനിനോടുള്ള അദബാണ്. അതിന് വലിയ ബഹുമാനം ഉണ്ടെന്ന് ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആൻ ഇങ്ങനെ എടുക്കുക, ചുംബിക്കുക, നെഞ്ചിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് ചേർത്ത് വെക്കുക. ഖൽബിയായൊരു ബന്ധം ഖുർആനായിട്ടുണ്ടാകണം. കേവലം ചേർത്ത് വെക്കൽ മാത്രമല്ല, ഖൽബ് ഖുർആനുമായി കണക്റ്റ് ആകണം എന്നുള്ളതാണ്. ചില ആൾക്കാരുണ്ട് അശ്രദ്ധമായിട്ട് ഖുർആനോട് ബഹുമാനമൊക്കെ ഉണ്ടാവും, എന്നാലും ശ്രദ്ധിക്കൂല, അരയുടെ താഴത്തേക്ക് ഖുർആൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കണം കാണാം. ഒരിക്കലും ചെയ്യരുത്, അത് വല്ലാത്തൊരു അദബ് കേടാണ്. ഖുർആനിനോട് ബഹുമാനം വേണം. ഖുർആൻ ഒരിക്കലും നമ്മുടെ വീട്ടിൽ പൊടി പിടിച്ചിരിക്കാൻ പാടില്ല, മലക്കുകളുടെ ശാപത്തിന് കാരണമാണ്. ഇനി ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഖുർആനും കൊണ്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചാടി എണീറ്റ് നിൽക്കണം. അതാ കുഞ്ഞിനോടുള്ള ബഹുമാനമല്ല, കയ്യിലിരിക്കണ ഖുർആനിനോടുള്ള ബഹുമാനം. ഖുർആനിനെ ബഹുമാനിക്കണം, കാരണം ഇത് കലാമുള്ളയാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. ഇനിയൊരു പ്രധാനപ്പെട്ട വിഷയം പറയട്ടെ, കഴിയുമെങ്കിൽ ഡെയിലി ഒരു 100 ആയത്തെങ്കിലും ഖുർആനിൽ നിന്ന് പതിവാക്കണം എന്നാണ്. റമളാനിൽ നമ്മൾ ഖത്വൊക്കെ തീർത്തിരുന്നു, റമളാൻ കഴിഞ്ഞപ്പോൾ ബന്ധമില്ലാണ്ടായിന്നേ. ആ ബന്ധമില്ലായ്മ നമ്മുടെ ജീവിതം തകർക്കും, ദുനിയാവും തകർക്കും, ആഖിറവും തകർക്കും. അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ ഡെയിലി ഒരു 100 ആയത്ത് പതിവാക്കുക. ഇനി അതുപോലും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ
ഇമാമിങ്ങൾ പറയുന്നുണ്ട് അവർ ഖുർആനിനോട് പിണങ്ങിയവരാണ്. ഖുർആനിനോട് പിണങ്ങിയാൽ പിന്നെ എന്ത് ഈമാൻ, എന്ത് ബന്ധം ഇല്ലേ? അള്ളാഹുമായിട്ട് എന്ത് ബന്ധമാണ് ഖുർആനിനോട് പിണങ്ങിയവർക്കുള്ളത്? അപ്പോൾ എത്ര വലിയ അപകടമാണ്, എന്തെന്നുള്ളത് സൂക്ഷിക്കണം. ഇനി വേണ്ട, നമ്മൾ ഡെയിലി മനസ്സറിഞ്ഞിട്ടൊരു യാസീൻ, പിന്നെ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്ത് ഇത് ഓതുമ്പോൾ തന്നെ 100ലേറെ ആയത്തായില്ലേ? ഇത് മനസ്സറിഞ്ഞ് ഖുർആൻ എടുത്ത് നോക്കി ഓതിക്കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണ്. ഖുർആനിൻ്റെ അദബ് പാലിച്ചാൽ എന്തൊരു സന്തോഷമാണ്. ആ വീട്ടിലേക്ക് ബറക്കത്ത് പെയ്തിറങ്ങുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം. ഇനി നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരട്ടെ. 2 സൂറത്തുകൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബി. അതായത് ഖുർആൻ നാളെ അന്ത്യദിനത്തിൽ ഓതുന്നവർക്ക്, ഖുർആനിൻ്റെ അഹ്ലുകാർക്ക് ശുപാർശകരായിട്ട് വരും എന്നാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. സ്വന്തം ഉമ്മ തിരിഞ്ഞു നോക്കൂല. ഏത്? നമ്മൾ പ്രസവിച്ച് പൊന്നുപോലെ നോക്കി ഉമ്മ നമ്മളെ മൈൻഡ് ചെയ്യൂല നാളെ പരലോകത്ത്. വാപ്പാക്ക് വേണ്ട, മക്കൾ തിരിഞ്ഞു നോക്കൂല. നമ്മൾ കഷ്ടപ്പെടുന്നത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. മക്കൾ തിരിഞ്ഞു നോക്കൂല. ചക്കരയെ തേനേന്ന് വിളിക്കണം നമ്മുടെ പ്രിയപ്പെട്ട പൊന്നു ഭാര്യ അല്ലേ? മുത്തേ, വാവേ, ചക്കരേ, ഇക്കു, ഇക്കാക്ക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പലതും വിളിക്കും. അവളും മൈൻഡ് ചെയ്യൂല, ഭർത്താവും മൈൻഡ് ചെയ്യൂല. അവിടെ ഖുർആൻ വരും. ഖുർആൻ അവർക്ക് തണലിട്ട് കൊടുക്കും ഓതിയവർക്കെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇപ്പോൾ ഖുർആൻ വരികയാണ്. ഖുർആൻ വന്നിട്ട് പറയും, ഇവൻ എന്നെ ഓതിയാളെ, ഇവൻ എൻ്റെ ആളാ, പഠിച്ചോനെ ഇവനെ ശുപാർശ ചെയ്യണം, സ്വർഗത്തിലേക്ക് വിടണം കേട്ടോ. ഖുർആൻ പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്നിട്ട് പറയുന്നുണ്ട്, ഇഖ്റഉസ് സഹ്റാവൈൻ, 2 പ്രകാശം നിറഞ്ഞ സൂറത്തുകൾ, അത് നിങ്ങൾ പാരായണം ചെയ്യണേ. ഏതാണ് സഹ്റാവൈൻ? 2 സൂറത്തുകൾ. ഒന്ന് സൂറത്തുൽ ബഖറ, മറ്റൊന്ന് സൂറത്ത് ആലു ഇമ്രാൻ. ഈ 2 സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്താ സംഭവിക്കുക? നാളെ മഹ്ശറിൽ ഈ 2 സൂറത്തും വരും. ആഖിറത്തിലെ ഗുണം ആദ്യം പറയാമല്ലോ. ഈ 2 സൂറത്തുകളും വന്നിട്ട് അർശിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത ആ സ്ഥലത്ത് നമ്മളിങ്ങനെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ ഈ ദുനിയാവിൽ ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടോ? നാളെ മഹ്ശറിൽ സൂര്യൻ ഇങ്ങനെ തലക്ക് മുകളിൽ ഉദിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ തണലായി വരും ഈ 2 സൂറത്തുകളെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ ഒന്ന് ബക്കറയാണ്, മറ്റൊന്ന് ആലി ഇമ്രാനാണ്. എന്ത് ഈ ബക്കറ സൂറത്തിൻ്റെ പ്രത്യേകത? ഫഇൻ അഖദഹ ബറക. ഈ സൂറത്ത് ഒരുത്തിന് മുറുകെ പിടിച്ച ഭയങ്കര ബറക്കത്താണെന്നാണ്. അവൻ്റെ ജീവിതത്തിൽ ബറക്കത്ത്, കച്ചവടത്തിൽ ബറക്കത്ത്, കുടുംബ ബന്ധത്തിൽ ബറക്കത്ത്, മക്കളുമായുള്ള റിലേഷനിൽ ബറക്കത്ത്, എല്ലായിടത്തും അവൻ തൊടുന്നതിലൊക്കെ ബറക്കത്ത്. ഡെയിലി ബക്കറയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 ആഴ്ചയെങ്കിലും ഓതാൻ ശ്രമിക്കുക. വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ അത് വീട്ടിൽ ബറക്കത്ത് ഇങ്ങനെ നിറയുന്നതാണ്. ഇനി ആരെങ്കിലും അത് ഉപേക്ഷിച്ചാലോ അവന് നാശമാണ്, ബറക്കത്തില്ലായ്മയാണ്. അവന് ഓതാൻ പറ്റണില്ല. ബക്കറയുടെ മഹത്വമൊക്കെ ഇത്ര പഠിച്ചിട്ട് അവൻ ഓതാൻ പറ്റണില്ലെങ്കിൽ അവൻ തോറ്റു, അവൻ പരാജയപ്പെട്ടു എന്നാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഈ ബക്കറയിലല്ലേ സയ്യിദു ആയിൽ ഖുർആൻ, ഖുർആനിലെ ആയത്തുകളുടെ മുഴുവൻ രാജാവുള്ളത് എവിടെയാണ്? ഈ ബക്കറയിലാണ്. അതേതാ? അത് ആയത്തുൽ കുർസിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇത് ഓതിയാൽ കിട്ടുക? ഒരു സാഹിറിനും നിന്നെ തൊടാൻ പറ്റൂല. ഈ സൂറത്ത് ഓതുന്ന മനുഷ്യനെതിരെ ആര് സിഹിർ ചെയ്താലും ആ സിഹിർ ഫലിക്കൂല. ഏത്? ബക്കറ ഓതുന്നവന് ഓതണ്ട പോലെ ഓതണം, അള്ളാഹ്ക്ക് വേണ്ടി ഓതണം, അള്ളാഹ്ക്ക് തൃപ്തിപ്പെടുന്ന രീതിയിൽ ഓതണം, അദബ് പാലിച്ച് ഓതണം. അങ്ങനെ ഓതുന്ന ഒരുത്തനെതിരെ സാഹചര്യങ്ങൾക്ക് ഓരോന്നും തൊടാൻ കഴിയില്ല. അള്ളാഹ് അവനങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യും. ഏത് സിഹിർ ചെയ്താലും ഫലിക്കണമെങ്കിൽ വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹിൻ്റെ അനുവാദം ഉണ്ടെങ്കിലേ ഫലിക്കുള്ളൂ, അള്ളാഹിൻ്റെ അനുമതി ഉണ്ടെങ്കിലേ ഫലിക്കുള്ളൂ. ആ അനുമതി പടച്ചവൻ കൊടുക്കൂല. അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതുന്ന വീടിൻ്റെ ഭാഗത്തേക്ക് 3 ദിവസം ശൈത്താൻ അടുക്കൂല. 3 ദിവസം ശൈത്താൻ 3 ദിവസം വീട്ടിലേക്ക് അടുക്കൂല എന്ന് പറയുമ്പോൾ ആ ശൈത്താൻ എത്രത്തോളം പേടിപ്പിക്കുന്നുണ്ട് ഈ സൂറത്ത്. ഇപ്പോൾ ഡെയിലി നമ്മൾ ഓതുകയാണെങ്കിൽ എന്തൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. പിശാചിൻ്റെ ഉപദ്രവമില്ലാത്തൊരു വീടെന്ന് പറഞ്ഞാൽ എന്തൊരു സമാധാനമായിരിക്കും. അത് ആസ്വദിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡെയിലി സൂറത്തൊരു 100 ആഴ്ചയെങ്കിലും ഓതാൻ ശ്രമിക്കുന്നേ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ കാണാൻ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. എപ്പോഴും പ്രയാസം, എപ്പോഴും രോഗം, ഒരു പിശാചിൻ്റെ സാന്നിധ്യം ഇങ്ങനെ ഉണ്ടാവും. അതിന് സർപ്പദോഷം എന്നൊക്കെ പറയും. ചില ആളുകൾ മനസ്സിലാക്കിയത് ഈ സർപ്പദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പാമ്പിൻ്റെ ഉപദ്രവം എന്നാണ്. അങ്ങനെ പാമ്പൊന്നും നമ്മൾ ഉപദ്രവിക്കൂലെന്നേ. ഏത് പാമ്പ്? ഈ മോശം കാഫിർ ജിന്നുകളുടെ ഉപദ്രവം അത് പാമ്പിൻ്റെ രൂപത്തിലോ പല രൂപത്തിലൊക്കെ വരാം. പക്ഷെ അല്ലാതെ ഒരു സർപ്പും ഒരു പാമ്പും ഈ പറയണ പോലെ ഒരു ശാപം ഉണ്ടാക്കാൻ വരില്ല. അതൊരു സാധാരണ ജീവിയാണ്. അതുകൊണ്ട് നമുക്കൊരു ദോഷം ഉണ്ടാകാൻ പാടില്ല. സർപ്പദോഷം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ പിശാചിൻ്റെ ഉപദ്രവത്തിനാണ്, കാഫിർ ജിന്നിൻ്റെ ഉപദ്രവത്തിനാണ്. അപ്പോൾ ഈ കാഫിർ ജിന്നിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാൻ വീട്ടിൽ സൂറത്തുൽ ബഖറ പതിവാക്കിയാൽ മതി.
മനസ്സിലാവുന്നുണ്ടോ? ആ സൂറത്തുൽ ബക്കറയിലൂടെ അവർക്ക് മലക്കുകളുടെ കാവൽ ലഭിക്കും, പ്രൊട്ടക്ഷൻ ലഭിക്കും, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ പതിവാക്കാൻ ശ്രമിക്കുക. ഈ സഹ്റാവൈൻ ആലു ഇമ്രാനിൽ നിന്ന് കുറച്ച്, ബക്കറയിൽ നിന്ന് കുറച്ച്, അങ്ങനെ പതിവായി ഡെയിലി ഫുൾ ഓതാൻ പറ്റും, അടിപൊളി. കുറച്ച് ഓതാൻ പറ്റിയ അടിപൊളി. എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അത് ഡെയിലി വീട്ടിൽ ഇങ്ങനെ പതിവാക്കുക. ഇനി പീരീഡ്സ് ടൈമിൽ എങ്ങനെയാണ്? പീരീഡ്സ് ടൈമിൽ ഖുർആൻ ഓതാൻ പാടില്ല, അത് ഹറാമാണ്. പിന്നെ ദിക്റുകൾ നമ്മൾ ചൊല്ലുന്നതിൽ ചിലപ്പോൾ ഖുർആനായത്ത് വന്നിട്ടുണ്ടാകാം, അത് ഖുർആനാണെന്നുള്ളൊരു ബോധ്യം വരാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹദ്ദാദ് നമ്മൾ പതിവാക്കുന്ന ദിക്റാണ്, അതിൽ ഖുർആനിൽ നിന്നുള്ള ആയത്തുകൾ ഉണ്ടാകാം, പക്ഷെ അത് ഖുർആനായിട്ടല്ല നമ്മൾ ഓതുന്നത്, പതിവാക്കുന്ന വിറുതുകളിൽപ്പെട്ട ദിക്റായിട്ടാണ്. അത് ഓതുന്നതിന് വിരോധമില്ല, ഓതാം. പക്ഷേ ഖുർആനിൽ നിന്ന് ഖുർആനാണെന്നുള്ള ബോധ്യത്തിൽ ഒരു ഹർഫ് പോലും ഉച്ചരിക്കാൻ പാടില്ല. അപ്പോൾ ഒരു സങ്കടം, ഉസ്താദെ ഞങ്ങളിങ്ങനെ 100 ആയത്ത് ഡെയിലി ഇങ്ങനെ പതിവാക്കുന്നുണ്ട്, പക്ഷേ മെൻസസ് വന്നല്ലോ, എന്തിനാ വിഷമിക്കണേ? നിങ്ങളിത് പതിവാക്കുന്നവരും ഇതിനോട് ഓതാൻ താല്പര്യമുള്ളവരും ആണെങ്കിൽ നിങ്ങളിങ്ങനെ പതിവാക്കി വരുമ്പോൾ പെട്ടെന്ന് മെൻസസ് വന്നു, മെൻസസ് തരുന്നാരാ? അള്ളാഹുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓതാൻ പറ്റാതാക്കിയത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓതിയ പ്രതിഫലവും അള്ളാഹു തരും, ഒരു ടെൻഷനും വേണ്ട. അവൻ കരുണക്കടലായ റബ്ബുൽ ആലമീനാണ്. അപ്പോൾ നമ്മൾ നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ, ഈ ദുനിയാവിൽ നിൽക്കുമ്പോൾ ഖുർആനിൻ്റെ നോട്ടം നമുക്ക് കിട്ടണം, ഖുർആൻ നമുക്ക് ശുപാർശ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. അതിനുവേണ്ടി പണിയെടുക്കണം. ഈ 2 സൂറത്തുകൾ വീട്ടിൽ പാരായണം ചെയ്യണം. അങ്ങനെ എല്ലാ പൈശാചികതകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. സഹ്റാവൈൻ സൂറത്തുകൾ ഞങ്ങളുടെ വീടുകളിൽ ഓതാൻ തൗഫീക്ക് നൽകണേ അല്ലാ. എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നൽകണേ അല്ലാ. സമാധാനം തരണേ അല്ലാ. അസുഖബാധിതർക്ക് ശിഫ തരണേ അല്ലാ. പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ലാ. കുടുംബത്തിൽ സമാധാനം തരണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ഖൈറായ ഭവനം തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കബറിടം വെളിച്ചമാക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈ മനസ്സലാമത്താക്കണേ അല്ലാ. ഈ സ്വബാഹുൽ ഖൈർ കുടുംബാംഗങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് ഈ കുടുംബത്തെയും നിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.